ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കോടുകൂടി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സൈക്കിൾ ആരംഭിക്കുകയാണ്. പല പ്രധാനപ്പെട്ട താരങ്ങൾക്കും പുറത്ത് പോകേണ്ടി വരും. കൂടുതൽ യുവതാരങ്ങളെ താൻ ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു സൂചന കാർലോ ആഞ്ചലോട്ടി നൽകിയിരുന്നു. പക്ഷേ ചില സീനിയർ താരങ്ങളെ നിലനിർത്തും എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഗോൾ കീപ്പർമാരായ ആലിസൺ, എഡേഴ്സൺ എന്നിവർ ടീമിനകത്ത് തുടരുമെന്ന് ഇപ്പോൾ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മാർക്കിഞ്ഞോസിനെ കൂടി അദ്ദേഹം എടുത്തു പരാമർശിച്ചിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ആദ്യം അദ്ദേഹം ഗോൾ കീപ്പർമാരെ കുറിച്ച് പറഞ്ഞത് നോക്കാം. ബ്രസീലിൻ്റെ യുവ ഗോൾ കീപ്പർമാരിൽ ഞങ്ങൾ നന്നായി ശ്രദ്ധ പുലർത്തണം. കാരണം ബ്രസീലിയൻ ലീഗിൽ നല്ല ഒരുപാട് ഗോൾ കീപ്പർമാർ ഉണ്ടായി വരുന്നുണ്ട്. അവരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ പരിഗണിക്കും. ആലിസണും എഡേഴ്സണും ഞങ്ങളുടെ ടോപ്പ് ഗോൾ കീപ്പർമാരായിക്കൊണ്ട് തന്നെ തുടരും. പക്ഷേ ഭാവിയിലേക്ക് അടുത്ത തലമുറയെ ഒരുക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. അത് ഞങ്ങൾ ചെയ്യും. ഇതാണ് ഗോൾ കീപ്പർമാരെ കുറിച്ച് ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ആലിസണും എഡേഴ്സണും തുടരും എന്നുള്ളത് അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. എല്ലാ താരങ്ങളെയും മാറ്റും എന്ന് ഞാൻ പറയുന്നില്ല. ടീമിന് ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ചില താരങ്ങളെ ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും. മാർക്കിഞ്ഞോസ് അതിൽപ്പെട്ട താരമാണ്. പുതിയ ജനറേഷനെ ഞങ്ങൾ കൊണ്ടുവരും. അതിന് ഞങ്ങൾ പ്രയോറിറ്റി നൽകുന്നുണ്ട്. പക്ഷേ ചില താരങ്ങളെ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. മാർക്കിഞ്ഞോസ് ബ്രസീലിയൻ ടീമിനകത്ത് തുടരുമെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം നെയ്മർ ജൂനിയർ ഇനി ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് ഉണ്ടാവില്ല. കൂടാതെ ഡാനിലോ, കാസെമിറോ എന്നിവർക്കൊക്കെ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനം നഷ്ടമാകും എന്നാണ് ആഞ്ചലോട്ടിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ കാണാം.